ഹായ് ഓൾ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഗസ്റ്റായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് അഭിനന്ദ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അഭിനന്ദ് ചേച്ചി ക്യൂബിറ്റിലെ സ്റ്റുഡൻ്റാണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ഹേമന്ത് എൻ്റെ സ്റ്റുഡൻ്റാണ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ PO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ അഭിനന്ദ്, നൗ SBI PO. വെൽക്കം അഭി. താങ്ക് യു സർ. അഭിനന്ദ്, എങ്ങനെയാണ് ബാങ്കിങ് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഐ നോ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ട് സർവീസിനകത്തും എല്ലാം ആയിട്ട്. എന്നായിരുന്നാലും അഭി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അവരുടെ മോട്ടിവേഷൻ തന്നെയാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ഞാൻ ഫസ്റ്റ് BTech ആണ് കഴിഞ്ഞത്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് ബാങ്കിങ് ഫീൽഡിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് BTech ആ ഫീൽഡിൽ തന്നെയായിരുന്നു പോകണം താല്പര്യം. അത് കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. കോയമ്പത്തൂർ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്തതിൻ്റെ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ജോബ്, ഒരു ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്താൽ കുറച്ചുകൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബ് ഒക്കെ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി സോഷ്യലി റെസ്പോൺസിബിൾ ആവാന്നുള്ളത് മനസ്സിലായപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടി അനലൈസ് ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രദറും എൻ്റെ ഫാമിലീസൊക്കെ പറഞ്ഞു ബാങ്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഏട്ടൻ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ക്യൂബിറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞ് ക്യൂബിറ്റ് തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിലായപ്പോൾ ഞാൻ ക്യൂബിറ്റിലെ വന്ന് അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ ഇവിടെ ഡേ 1 മുതൽ ഈ ക്യൂബിറ്റ് എന്നുള്ളതാണ് ഞാൻ ഇവിടുന്ന് എൻ്റെ എല്ലാ കരിയർ ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ എല്ലാം സഹായിച്ചത് ക്യൂബിറ്റ് എന്നുള്ള ഒറ്റ സഹായം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് എപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. എങ്ങനെയുണ്ടെന്ന ക്യൂബിറ്റിലെ ഡേ 1 മുതലുള്ള അബിയുടെ ഒരു എക്സ്പീരിയൻസസ്? എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കായിരുന്നു. ഇവിടുന്ന് മോക്ക് എക്സാം നടത്തും. അപ്പോഴൊക്കെ ഔട്ട് ഓഫ് 100. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോഴൊക്കെ എനിക്കൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ലക്ഷ്യം അപ്പോഴുള്ളത് എനിക്ക് എങ്ങനെയും ബാങ്ക് ജോലി നേടാൻ. ഈ മാർക്ക് കൊണ്ട് സാറൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്കറിയാം ഇതൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ അതിനെപ്പറ്റി എങ്ങനെ അത് ഓവർകം ചെയ്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കൊണ്ടുവരാം, മാർക്ക് കൊണ്ടുവരാം. അപ്പോൾ ഡേ 1 തൊട്ട് എൻ്റെ എപ്പോഴും ഞാനത് എന്നെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ ഓരോ മാർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴും. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എല്ലാം ഞാൻ എൻ്റെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ പ്രിപ്പറേഷൻ ഞാൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഓരോ റിസൾട്ട് വരുമ്പോൾ പോയിപ്പോൾ നഷ്ടപ്പെടുമ്പോഴൊക്കെ ഇവിടുന്ന് തരുന്നൊരു സപ്പോർട്ടും ക്ലാസ്സും ഒക്കെയാണ്. എൻ്റെ റെഗുലർ ബാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ മിഷൻ ബാച്ചും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. QA ആണെങ്കിലും റീസണിങ് ആണെങ്കിലും GA ആണെങ്കിലും ക്യൂബിറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്നൊരു മെറ്റീരിയലിൻ്റെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവിടെ നിന്നുള്ളത്. അതേ മിഷൻ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവിടെ ഓരോ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ GA തന്നെ പറയുകയാണെങ്കിൽ ആനന്ദ് സാറിൻ്റെ ക്ലാസ് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പുറമേ നിന്നുള്ള വലിയ PDF കാര്യങ്ങളൊന്നും ഞാൻ അധികം നോക്കാറില്ല. നോക്കും, ഡെയിലി ഒന്ന് വായിക്കും, അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ സാറിൻ്റെ നോട്ട്സും ക്ലാസ്സൊക്കെ ഞാൻ റിപ്പീറ്റായിട്ട് റിവൈസ് ചെയ്യും. പിന്നെ അതേപോലെ QA ആണെങ്കിൽ അജു സാറിൻ്റെ ക്ലാസ്സും ഒക്കെ എനിക്ക് നല്ല ഇമ്പ്രൂവ് ആയി തന്ന്. QA ഒക്കെ ഇവിടുത്തെ ക്ലാസ് തന്നെയാണ്. പിന്നെ അതേപോലെ റീസണിങ് ആണെങ്കിലും ഒക്കെ ഇവിടുത്തെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പുറമേ നിനക്കൊരു സോഴ്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ മോക്ക് എക്സാംസ് എടുക്കുമായിരുന്നു നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് PDF ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ്, ക്യൂബിറ്റിൻ്റെ തന്നെയായിരുന്നു. ഇവിടുത്തെ ക്ലാസ്സും എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ റഷാണ്. രാവിലെ 9 മണിക്ക് നമ്മൾ ഇതിൽ കയറിയാൽ വന്നപ്പോൾ തന്നെ ഒരു സ്പീഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്, അതിന് ശേഷം 2 എക്സാം, അതിന് ശേഷം പിന്നെയും വൊക്കാബിൻ്റെ എക്സാം. കാരണം നമുക്ക് ആ രാവിലെ 9 to 5 o'clock ഒരു റഷാണ്. നമ്മൾ അതിൻ്റെ ഉള്ള ആ കോമ്പറ്റേറ്റീവ് എക്സാം തന്നെ നമുക്ക് അവിടെ ഫീൽ ചെയ്യുക, ക്ലാസ് റൂമിൽ തന്നെ. പിന്നെ രൂപേഷ് സാറിൻ്റെ മെൻറ്റർഷിപ്പും കൂടെ അവസാനം വരുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ ഒരു ഫുൾ പാക്ഡായി, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തത്, ഇനി നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ അത് കിട്ടും. പക്ഷേ ആ റഷ് ഞാൻ വേറെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും കുറച്ചുകൂടി കംഫർട്ടായിട്ട് ചിന്തിക്കുമ്പോൾ വേറെ പല ചിന്തിക്കുമെങ്കിലും എനിക്ക് ഇവിടുത്തെ റഷ് വേറെ എവിടെയും ഇല്ല. പക്ഷേ ആ റഷ് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ റിസൾട്ടിൻ്റെ ഒക്കെ റീസണും. എങ്ങനെയുണ്ടായിരുന്നു ഒരു ആദ്യമായിട്ട് പോകുന്ന ഇന്റർവ്യൂ? SBI PO ആണെന്ന് തോന്നുന്നു. അല്ല, കർണാടക ബാങ്കിന് പോയിരുന്നു. സെക്കൻഡ് IDBI റിസൾട്ട് വരാനുണ്ട്. ഓക്കെ, സോ അത് ലഭിക്കട്ടെ. SBI POയുടെ ഇന്റർവ്യൂ ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? മറ്റു കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രോപ്പറായിട്ട് ട്രെയിനിങ് എനിക്ക് കിട്ടിയത് SBI POൻ്റെ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ്. എനിക്ക് IDBI ഇത് 2 ഒരേ ടൈമായിരുന്നു, 2 ദിവസങ്ങളായിട്ട്. അപ്പോൾ ട്രെയിനിങ് 2 ഒരേ സമയമായിരുന്നു കിട്ടി. ഇവിടുന്നായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് ബിൽഡ്. സാറിന് ഒരിക്കൽ എനിക്ക് ഈ സ്റ്റേജ് ഫിയറൊക്കെ നല്ലോണമുള്ള ആളായിരുന്നു. അപ്പോൾ സാർക്കത് മനസ്സിലായപ്പോൾ തന്നെ എന്നെ ഇവിടെ ഒരു ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ നിന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനും, അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു അതിലൊക്കെ. കാരണം എനിക്ക് വളരെ ഒരു സ്റ്റേജ് ഫിയറുള്ള ആളാണ്. എനിക്കിപ്പോൾ ഒരാളോട് പെട്ടെന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വൈസ് ആണെങ്കിലും മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചു വന്നതായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു പ്രശ്നമുള്ളതായിരുന്നു. പക്ഷേ ഈ ഇവിടുത്തെ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിന് ശേഷം എനിക്കത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണ് അത് മനസ്സിലായത്, ആ കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ ജേണിയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്ന് ക്യൂബിറ്റാണ്. ക്യൂബിറ്റിൽ വന്നുകൊണ്ട് മാത്രം അച്ചീവ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാനിത്. കാരണം ഇവിടെ നിന്ന് കിട്ടിയ ഒരു അറ്റ്മോസ്ഫിയറും ആ കോമ്പറ്റേറ്റീവ്
കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് ഗൈഡൻസ് എനിക്ക് ഇവിടുന്ന് കിട്ടി. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഈ ക്യൂബിറ്റിൽ വന്നാൽ എനിക്ക് തോന്നുന്നു ആർക്ക് വേണമെങ്കിലും ഒരു ബാങ്ക് ജോലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്